നമസ്കാരം. ഞെട്ടിക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഷോക്കിംഗ് ന്യൂസ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഏത് വാർത്തയും നമ്മൾ ഞെട്ടിക്കുന്ന വാർത്ത എന്ന തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ ചിലപ്പോഴെങ്കിലും യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയാണ് കേവലം 57 വയസ്സ് മാത്രം പ്രായമുള്ള ഡോക്ടർ CJ റോയിയുടെ അകാല മരണം. ഒരാൾക്കും, അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ളവരോ ഇഷ്ടമില്ലാത്തവരോ ആരുമാവട്ടെ, ഒരാൾക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഡോക്ടർ റോയി കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കേരളത്തിൻ്റെ സാംസ്കാരിക സാമ്പത്തിക മേഖലയിൽ ഏറെ സ്വാധീനമുള്ള ആളാണ്. ഏറ്റവും വലിയ സെലിബ്രിറ്റി ബിസിനസ്സുകാരിൽ ഒരാളാണ് ഡോക്ടർ CJ റോയി. ഇത്രയും സമ്പത്തുള്ള, ഇത്രയും ആഡംബര ജീവിതം നയിക്കുന്ന, ഒരു തരത്തിലും പേരുദോഷം നമ്മളാരും കേട്ടിട്ടില്ലാത്ത, ഉണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ സക്സസ്ഫുൾ ബിസിനസ്മാൻ എന്ന് പേരെടുത്തിട്ടുള്ള ഡോക്ടർ റോയി പെട്ടെന്ന് തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നമുക്കറിയാം, ഒരുപാട് ബിസിനസ്സുകാർ തകർന്നു പോവാറുണ്ട്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ മൂർധന്യത്തിൽ അവർ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം വലിയ ബിസിനസ്സുകാർ, അറ്റ്ലസ് രാമചന്ദ്രൻ്റെ കാര്യം ഓർക്കുക. അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു വലിയ ബിസിനസ്സുകാരാണ്, സ്വർണ്ണക്കടക്കാരനായിരുന്നു. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പൊളിഞ്ഞുപോയി. പൊളിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ അറ്റ്ലസ് രാമചന്ദ്രൻ ഇത്രയും സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സൂചനകളും ഡോക്ടർ റോയിയുമായി ബന്ധപ്പെട്ടോ കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടോ പുറത്തു വന്നിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഡോക്ടർ റോയി ജീവൻ എടുക്കാൻ തീരുമാനിച്ചത്, ഇങ്ങനെ സംഭവിച്ചത്? ചർച്ച ചെയ്യേണ്ടതാണ് ഗൗരവത്തോടു കൂടി തന്നെ. ഒരുപാട് തിയറികൾ ഈ മരണവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആയിരക്കണക്കിന് വീഡിയോകൾ, മലയാളത്തിലും അല്ലാതെയുമൊക്കെ ആയിരക്കണക്കിന് വീഡിയോകളാണ്. കാരണം അത്രയും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത ഈ അടുത്ത കാലത്ത് ആരും കേട്ടിട്ടില്ല. എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് സാധാരണ എനിക്ക് നമ്മുടെ ചാനലുകൾ കൊടുക്കുന്ന വാർത്തകളൊന്നും വേണ്ടതുപോലെ ജനങ്ങളുടെ ഇടയിൽ എത്താറില്ല. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിരിക്കുന്ന എല്ലാ ചാനലുകളിലും അത്രമാത്രം ജനത്തിൻ്റെ ജിജ്ഞാസയെ, ആശങ്കയെ വിപുലപ്പെടുത്തുന്ന ഒരു സംഭവമായി ഇത് മാറി. നിരവധി തിയറികളുണ്ട്. അതിലെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം, അവിടെ IT റെയ്ഡ് നടക്കുകയായിരുന്നു. IT റെയ്ഡിൻ്റെ തുടർച്ചയായാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ്. അതിൽ തന്നെ ചില കൂട്ടിച്ചേർക്കലുകളുണ്ട്. റോയി വെടിവെച്ച് മരിച്ചു കിടക്കുമ്പോഴും IT റെയ്ഡ് തുടർന്നു തുടങ്ങിയ വാർത്തകൾ, അതൊക്കെ എത്രമാത്രം വാസ്തവമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. അത്രയും മനുഷ്യത്വമില്ലാത്തവരാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരിക്കലും ആരെയാണോ ടാർഗറ്റ് ചെയ്തത്, ആ ടാർഗറ്റ് ചെയ്ത വ്യക്തി മരിച്ചു പോകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥനും അവിടെ നിൽക്കാൻ കൂട്ടാക്കാറില്ല. അവർ എത്രയും വേഗം ഉള്ള ഫയലുമായി മുങ്ങത്തേ ഉള്ളൂ. ഇനി ഫയൽ പോലും എടുക്കാൻ അവർ തയ്യാറാവില്ല. കാരണം സ്ഥിതിവിശേഷം മാറും. കാരണം ആ സ്ഥാപനത്തിൽ ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്. അവരുടെ ഉടമ മരിക്കുമ്പോൾ അതൊരാൾക്കൂട്ടമായി മാറും. അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പിന്നീട് ഒരുപക്ഷെ അവർക്കെതിരെ കേസെടുക്കായിരിക്കും, വെടിവയ്ക്കായുമായിരിക്കും. പക്ഷേ ഇതൊക്കെ സത്യമാണെങ്കിലും ആ നിമിഷത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഉദ്യോഗസ്ഥർ അവിടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ IT റെയ്ഡ് തുടർന്നു എന്ന് പറയുന്നത് ഉചിതമല്ല. മാത്രമല്ല, എങ്ങനെ സംഭവിച്ചു, എവിടെ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ട്. ഈ ചിലർ പറയുന്നു ഈ ഓഫീസിനോട് ചേർന്നുള്ള സ്ലൊവേനിയൻ കോൺസുലേറ്റ് ഓഫീസിലാണ് സംഭവിച്ചതെന്ന്. ഇതൊന്നും വിശദമായി ആരും വിശദീകരിച്ചില്ല. എന്നാലും പലർക്കും സംശയമുണ്ട്, എങ്ങനെയാണ് ഈ സ്ലൊവേനിയൻ കോൺസുലർ ജനറൽ ആവുന്നത്? അതൊരു ആലങ്കാരിക പദവിയാണ്. പലപ്പോഴും ഒരു ആൾ ഒരു രാജ്യത്ത് ബിസിനസ് ചെയ്യുമ്പോൾ ആ രാജ്യത്തിന് വലിയ ആദരവും അംഗീകാരം കിട്ടുമ്പോൾ ഒരു ഓണററി കോൺസുലർ ജനറൽ പദവി കൊടുക്കാറുണ്ട്. അത് ആ രാജ്യത്തിനുള്ള ഒരു ആദരവ് മാത്രം. പ്രത്യേകിച്ച് പ്രാഞ്ചിയേറ്റർ സ്വഭാവമുള്ള ആളുകളൊക്കെ പോയി ചോദിച്ചു വാങ്ങും. അങ്ങനെ അദ്ദേഹം വാങ്ങിയ ഒരു ഓണററി പദവിയാണിത്. അതുകൊണ്ട് തന്നെ ആ ഓഫീസൊക്കെ സ്ലൊവേനിയൻ സർക്കാരിൻ്റെ അല്ല, അദ്ദേഹത്തിൻ്റെ ചെലവിൽ തന്നെയാണ്. അതൊരു ഡിപ്ലോമാറ്റിക് പരിരക്ഷ ഉണ്ടാവും എന്ന വിശ്വാസമാവാം, ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും അത്തരമൊരു ആലങ്കാരിക പദവി കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവിടെ കയറിയാണ് സ്വയം വെടിയുതിർത്തതെന്നൊക്കെ പറയുന്നത്. ആകപ്പാടെ പിടികിട്ടാത്തൊരു വസ്തുത. ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തുമ്പോൾ, എന്തിനേറെ സംസ്ഥാന ഏജൻസികൾ റെയ്ഡ് നടത്തിയാൽ പോലും ഈ വ്യക്തി ആരെയാണ് റെയ്ഡ് നടത്തുന്നത്, ആ വ്യക്തിയുടെ സകല സാധനങ്ങൾ പിടിച്ചെടുക്കാറുണ്ട്. അയാളുടെ മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കാറില്ല. അയാളുടെ കയ്യിലിരിക്കുന്ന ഒന്നും അയാൾക്ക് അനങ്ങാൻ സമ്മതിക്കാറില്ല. ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ചെല്ലുമ്പോൾ ഇയാളുടെ തോക്കുണ്ട് എന്ന് അവർ മനസ്സിലാക്കണം. ഈ തോക്കുണ്ട് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് തോക്ക് പിടിച്ചെടുത്തില്ല? അതുപോലെ തന്നെ ഒരു റെയ്ഡിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പോലും അനുവദിക്കാറില്ല. റെയ്ഡിനിടയിൽ മുറിയിലേക്ക് പോയി സ്വയം വെടിവെച്ചു എന്ന് പറയുമ്പോൾ അത്തരമൊരു സാധ്യത, അല്ലെങ്കിൽ ഈ ഫയൽ നശിപ്പിക്കാമല്ലോ, അത്തരം ഒരുപാട് സാധ്യത ഉള്ളപ്പോൾ എന്തിനു അനുവദിച്ചു എന്നതൊരു ചോദ്യം ബാക്കിയായി കിടക്കുകയാണ്. അദ്ദേഹത്തിന് മൊബൈൽ ഫോൺ അടക്കമുള്ള സകലതും പിടിച്ചെടുക്കുമ്പോൾ എന്തുകൊണ്ട് തോക്ക് പിടിച്ചെടുത്തില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് മുറിയിലേക്ക് വിട്ടു എന്ന ചോദ്യമാണ് ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. വിശദമായി തന്നെ ഈ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണോ
ഇൻകം ടാക്സ് ഓഫീസർമാർ പരിശോധന നടത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പ്രത്യേകത പുറത്ത് കാണുന്നതാവത്തില്ല, അകത്തെന്നുള്ളതാണ്. നമുക്കറിയാം ഒരുപാട് വലിയ ബിസിനസ് കമ്പനികൾ അതെല്ലാം പൂട്ടിപ്പോയിട്ടുണ്ട്, പലരും നഷ്ടത്തിലാണ്. ഇപ്പോൾ ഹീര ബാബുവിൻ്റെ കാര്യം ഓർക്കുക. ഹീര കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയായിരുന്നു. എന്തിയാ കമ്പനി? എത്രയോ വലിയ പ്രോജക്റ്റുകൾ അവർ ചെയ്തു. എന്നിട്ട് അയാൾ എന്തിയെ CBI പിടിച്ചോണ്ട് പോയി ഇടക്കാലത്ത്. നിരവധി ബാങ്കുകൾക്ക് പണം കൊടുക്കാനുണ്ട് ഹീര ബാബു. അതുപോലെ മിർ ഗ്രൂപ്പ്, CPM-മായി വളരെ ബന്ധമുള്ള ഗ്രൂപ്പായിരുന്നു മിർ ഗ്രൂപ്പ്, MIR എന്ന് പറയുന്നത്. ഒരുപാട് പദ്ധതികളുണ്ട്. എന്തിയാ ആ ഗ്രൂപ്പ് ഇപ്പോൾ? ഇത്തരത്തിൽ നിരവധി നമുക്ക് പേരുള്ള, നമ്മുടെ മുമ്പിൽ അറിയപ്പെടുന്ന നിരവധി കമ്പനികൾ ഇടക്കാലത്ത് പൂട്ടിപ്പോയിട്ട് ഇവരൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലുമായിട്ടുണ്ട്. എന്നാൽ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ അങ്ങനൊന്നും കേട്ടിട്ടേ ഇല്ല. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതായി നമ്മൾ അറിഞ്ഞിട്ടില്ല. ഏതാണ്ട് 9,000-10,000 കോടിയുടെ വരുമാനമുള്ള ആളാണ് ഡോക്ടർ റോയി എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നേ വരെ ഒരു പരാതി, അതായത് ഒരു ബിൽഡിംഗ് എടുത്തിട്ട് വൈകിപ്പോയി, മിക്കവരെക്കുറിച്ചും പരാതിയുണ്ട്, സമയത്ത് തീർത്തില്ല അല്ലെങ്കിൽ പറഞ്ഞത്രയും കൊടുത്തില്ല എന്നൊരു പരാതിയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതായത് ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു കമ്പനിയായാണ് കോൺഫിഡൻറ്റ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും കാര്യമായി കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞത് ഒരു 100 കോടിയുടെ ആഡംബര വാഹനങ്ങളുണ്ട്. സ്വാഭാവികമായും ഒരു ബിസിനസ് പ്രതിസന്ധിയിലാവുമ്പോൾ അവരവരുടെ സ്വകാര്യ സ്വത്തുക്കൾ പതിയെ കമ്പനിയിലേക്ക് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഈ 100 കോടിയിൽ അധികം വരുന്ന ഇദ്ദേഹത്തിൻ്റെ ആഡംബര വാഹനങ്ങൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ കമ്പനി സാമ്പത്തിക നഷ്ടത്തിലാണ് കൊടുക്കുക. അങ്ങനെയല്ല, അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നേയില്ല. പിന്നെ എന്നിട്ട് പക്ഷെ പിടികിട്ടാത്തത് കേവലം 57 വയസ്സുള്ള ഈ മനുഷ്യൻ ആഡംബര പ്രേമിയായിരുന്നു. 100 കണക്കിന് ആഡംബര വാഹനങ്ങളുണ്ടായിരുന്നു. നമ്മൾ 8-10 കോടി രൂപ വിലയുള്ള കാറുകളിലാണ് സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ ആഡംബര ജീവിതം നയിച്ചിരുന്ന ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് ദുബായിൽ കൊട്ടാര സദൃശ്യമായ വീടുണ്ട്. അവിടെയാണ് ഭാര്യയും 2 മക്കളും ഇയാളോടൊപ്പം താമസിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിലേക്ക് പോകും. ബാംഗ്ലൂരിലുമുണ്ട് ആഡംബര വില്ലകളും വീടുകളും. കേരളത്തിൽ ഒരുപാട് പദ്ധതികളുണ്ട്. അങ്ങനെ ബാംഗ്ലൂരിലും കേരളത്തിലും ദുബായിലും, കൂടുതൽ സമയം ദുബായിലാണ്, ഉന്നതമായ ബന്ധങ്ങളാണ്. മോഹൻലാലൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും ആഡംബരങ്ങളും അനുഭവിച്ചിരുന്ന, ബിസിനസ്സിൽ പരാജയം ഇല്ലാതിരുന്ന ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ കടുംകൈ ചെയ്തത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. വാസ്തവത്തിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരിക്കൽ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുമ്പോൾ ഇതേ കമ്പനി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പരിചയപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരോ വിശദാംശങ്ങളോ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ ഞാൻ പരിചയപ്പെടുന്നു. ഈ ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയാണ്, പണ്ടെങ്ങോ മറുനാടനിൽ ഒരു വാർത്ത കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കുറിച്ച് വന്നിരുന്നു. എൻ്റെ ഓർമ്മയിലേ ഇല്ല, കാരണം ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയിട്ട് 17 വർഷമായി. വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടാണ് 8 വർഷമായത്. വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ കുറിച്ചും റോയിയെക്കുറിച്ചും, കാരണം അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ വാർത്ത കൊടുത്തിട്ടുണ്ടാവാം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 10-12 വർഷം മുമ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു റെയ്ഡ് നടന്നിരുന്നു, ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ വാർത്തയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ആദ്യം എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ ഒരു റെയ്ഡ് നടന്നു എന്നതായിരുന്നു വാർത്ത. ഈ വാർത്ത കണ്ട് അദ്ദേഹം പാനിക്കായിപ്പോയി, ഡോക്ടർ റോയ് പാനിക്കായിപ്പോയി എന്ന് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയാണ്. അതായത് അദ്ദേഹം പെട്ടെന്ന് ദുബായിൽ നിന്ന് നാട്ടിൽ വരുന്നു, അദ്ദേഹം ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നു, അദ്ദേഹം ഇവിടെ സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം തെളിയിക്കുന്നു. അതായത് അദ്ദേഹത്തിനൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല, അദ്ദേഹം ഉണ്ട് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി അദ്ദേഹം പാനിക്കായിട്ട് അതിനോട് പ്രതികരിച്ചു എന്ന് പറയുകയാണ്. ഓർക്കണം, 10-12 വർഷം മുമ്പത്തെ വാർത്തയാണ്, വീഡിയോ അല്ല, ഒരു വാർത്ത. ആ വാർത്ത പോലും സഹിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഉന്നത ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, വലിയ സമ്പന്നനായിരുന്നെങ്കിലും വലിയ ശക്തിമാനായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇത്തരം സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയാവാം ഇപ്പോഴത്തെ സംഭവം. കാരണം നമ്മളിതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ നമ്മുടെ സമ്പന്നരായ മനുഷ്യരുടെയോ സ്ഥാപനങ്ങളുടെയോ നടക്കുന്ന ഒരു റെയ്ഡുകളും ഒരു വിവരവും വാർത്തയാക്കാറില്ല. മറുനാടൻ മാത്രമാണ് കുറച്ചെങ്കിലും വാർത്തയാക്കുന്നത്, പക്ഷേ പലതും നമ്മൾ അറിയാറില്ല. ഇപ്പോൾ ഇവിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ കഴിഞ്ഞ 3 ദിവസമായി ബാംഗ്ലൂരിലെ ഓഫീസ് റെയ്ഡ് നടക്കുകയായിരുന്നു. ഇൻകം ടാക്സ് ഓഫീസർമാർ അവിടെ ഉണ്ടായിരുന്നു 3 ദിവസമായി. പക്ഷേ ഈ വാർത്ത മറുനാടൻ പോലും അറിഞ്ഞില്ല. അറിഞ്ഞാലും കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കൊടുക്കില്ല. അത് നമ്മുടെ രീതി. നമ്മുടെ പല സമ്പന്നരുടെയും സ്ഥാപനങ്ങളിലും വീടുകളിലും റെയ്ഡ് നടക്കാറുണ്ട്, പക്ഷെ ആരും കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇവരെല്ലാം ഈ മാധ്യമങ്ങളെ ചേർത്ത് പിടിക്കുന്നതും, അതുകൊണ്ടാണ് ഇവർക്കെല്ലാം മറുനാടനോട് കലിപ്പുള്ളതും. കാരണം അറിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും, അറിയാതിരിക്കും പലപ്പോഴും. കാരണം ഈ ഇൻകം ടാക്സോ അല്ലെങ്കിൽ EDO പോലുള്ള ഏജൻസികൾ അവരിത്തരം റെയ്ഡിനിറങ്ങുമ്പോൾ മാധ്യമങ്ങളെ അറിയിക്കാൻ ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ രഹസ്യമായി ചെയ്യുന്ന റെയ്ഡ് എന്ന് പറയുന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അറിയണമെന്നില്ല. കാരണം ഞങ്ങൾക്ക് ബാംഗ്ലൂരിലും ചെന്നൈയിലും ഒന്നും ലേഖകന്മാരില്ല. അതുകൊണ്ട് ഈ റെയ്ഡ് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ബാംഗ്ലൂരിലും ചെന്നൈയിലുമൊക്കെ ലേഖകന്മാരുള്ള മാധ്യമങ്ങൾ അവർ അറിഞ്ഞെങ്കിലും കൊടുക്കില്ല. അത് ഇവിടുത്തെ രീതിയാണ്.
3 ദിവസമായി അവിടെ റെയ്ഡ് നടക്കുകയായിരുന്നു. ഈ 3 ദിവസമായി നടന്ന റെയ്ഡിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ ബാംഗ്ലൂരിലെ ഒട്ടുമിക്ക റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളും റെയ്ഡ് നടന്നു. അത് ഈ CJ റോയിയുടെ സ്ഥാപനത്തിൽ മാത്രമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CJ റോയിയുടെ ഇന്ത്യയിലെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബാംഗ്ലൂരാണ്. കേരളത്തിൽ പ്രോജക്റ്റ് ഉണ്ടെങ്കിലും ബാംഗ്ലൂരാണ് അവരുടെ ആസ്ഥാനം. അവിടെയാണ് അവർ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. പിന്നെ ദുബായിലാണ്. മറ്റ് പലയിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ടെങ്കിലും ബാംഗ്ലൂരായിരുന്നു അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. കൂടുതൽ സമയവും ഇദ്ദേഹം ചെലവഴിക്കുന്നത് ദുബായിലാണ്. അപ്പം ബാംഗ്ലൂരിൽ ഏതാണ്ട് ഡിസംബർ പകുതിയോടെ വലിയൊരു IT റെയ്ഡ് നടന്നിരുന്നു. അത് CJ റോയിയുടെ ഓഫീസിലും സ്ഥാപനങ്ങളിലും മാത്രമല്ല, അവിടെ ഒട്ടുമിക്ക റിയൽ എസ്റ്റേറ്റ് കമ്പനികളും റെയ്ഡ് നടന്നു. അതിൻ്റെ കാരണം ഈ കള്ളപ്പണ ഇടപാടുകൾ രാഷ്ട്രീയക്കാരുമായി ചേർന്ന് നടത്തുന്നു എന്നുള്ള ആരോപണം. നമുക്കറിയാം, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയുടെ തിരിച്ചുവരവ് BJP വലിയ ഷോക്കായിരുന്നു. നമുക്കറിയാം, അവിടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനൊക്കെ ED കൊണ്ടുപോയതാണ്. അപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയെ താങ്ങി നിർത്തുന്നത് അവിടുത്തെ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് എന്നൊരു ധാരണ കേന്ദ്ര സർക്കാരിനുണ്ട്. അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കുന്ന, പിന്തുണയ്ക്കുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു റെയ്ഡ് ഡിസംബറിൽ നടന്നിരുന്നു. ഒട്ടുമിക്ക ഇടങ്ങളിലും നടന്നിരുന്നു. ആ സമയത്ത് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലും ഈ അന്വേഷണ സംഘം എത്തി. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ പരിശോധന നടത്തുന്ന സമയത്ത് CJ റോയി ദുബായിലായിരുന്നു. CJ റോയിയെ വിളിച്ചെങ്കിലും അദ്ദേഹം വന്നില്ല. അങ്ങനെ നിരവധി രേഖകൾ കണ്ടെടുത്തുന്നു, നിരവധി പരിശോധനകൾ. ഇതിൽ പല രേഖകളും അവിടെ തന്നെ സീൽ ചെയ്ത് വെക്കുന്നു. കാരണം ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു രേഖ പരിശോധിച്ചു പോകുമ്പോൾ ഉത്തരവാദിത്തമുള്ള ആൾ, അതിന് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള ആളുകളുടെ സാക്ഷ്യപ്പെടുത്തലൊക്കെ വേണം. അതുകൊണ്ട് ഇവിടെ സീൽ ചെയ്ത പല സാധനങ്ങളും അവിടെ തന്നെ വെക്കുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്തു? ഇതിനെതിരെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു. അതായത് ഈ റെയ്ഡ് അനധികൃതമാണ്. പ്രത്യേകിച്ച് ഈ റെയ്ഡിലേക്ക് എത്തിയത് കേരളത്തിൽ നിന്നുള്ള IT സംഘമായിരുന്നു. കേരളത്തിൽ IT സംഘം എന്തിനെത്തി എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു. ഈ പറയുന്ന കൂടുതൽ പരിശോധനകൾ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനിടയിൽ ആ കേസിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് തിരിച്ചടി ഉണ്ടാവുന്നു. സ്റ്റേ വെക്കേറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടെ അന്വേഷണവുമായി മുമ്പോട്ട് പോകാം എന്ന് ബോധ്യമാകുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ അന്വേഷണ സംഘം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് എത്തുന്നത്. അവർ പരിശോധനകൾ തുടങ്ങുന്നു. അതിനിടയിൽ അവർ ഇദ്ദേഹത്തെ നിർബന്ധമായും വരാൻ പറയുന്നു. ദുബായിൽ നിന്നും അദ്ദേഹം എത്തുന്നു. അദ്ദേഹത്തെ ഏതാണ്ട് 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നു. അന്വേഷണവും രേഖകൾ വീണ്ടെടുക്കലും ഒക്കെ നടക്കുന്നു. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപക്ഷെ ഈ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വന്ന് കാണാം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഒരു പരിധിവരെ ഒരു പ്രാഞ്ചിയേട്ടനായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക, നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുക, കൈയും കാലും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആവേശ പ്രസംഗം നടത്തുക, മനുഷ്യർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, എന്നിട്ട് അദ്ദേഹത്തിന് ആഡംബര വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തിടുക. ഏതാണ്ട് 1 മില്യനോളം ഫോളോവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന, അഭിമാനിയായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇൻകം ടാക്സ് റെയ്ഡിൽ പല കള്ളത്തരങ്ങളും കണ്ടെത്തിയത്രേ. അതായത് നമ്മളൊരു സ്ഥാപനം നടത്തിയാൽ മാത്രം പോരാ, നമ്മളൊരു സ്ഥാപനം എത്ര ലാഭകരമായി നടത്തിയാലും സർക്കാരിന് കൊടുക്കാനുള്ളത് കൊടുക്കണം, പേപ്പറുകൾ ശരിയാക്കണം. പലപ്പോഴും ഈ ഇൻകം ടാക്സിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും ഒക്കെ പരിശോധനകളും സമ്മർദ്ദവും ശക്തമാണെങ്കിൽ പല ഉദ്യോഗസ്ഥന്മാരും വളരെ റഫായിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ നമ്മുടെ പേപ്പറുകളെല്ലാം ശരിയാണെങ്കിൽ ഭയപ്പെടേണ്ടതേയില്ല. നമുക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഭയപ്പെടേണ്ടി വരുന്നത്. ഇന്ത്യൻ ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ നിയമങ്ങൾ ബാധകമാണ്. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ വിദേശത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ എല്ലാ നിയമങ്ങളും പാലിക്കും. ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ദുബായിൽ കുഴപ്പമില്ല, കാരണം അവിടുത്തെ നിയമത്തെ പേടിയാണ്. ഏത് വലിയവനെയും, അതിപ്പോൾ അറബിയാണെങ്കിൽ അവർ പിടിച്ച് ജയിലിലടയ്ക്കും. അതുകൊണ്ട് അവർ അവിടെ എല്ലാ പേപ്പറും ശരിയാക്കും. എന്നാൽ ഇവിടെ പലപ്പോഴും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുത്താൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. പലപ്പോഴും വലിയ ഗ്രൂപ്പുകൾ ഉദ്യോഗസ്ഥന്മാർക്ക് പണം കൊടുക്കുക, രാഷ്ട്രീയക്കാരെ സൂചിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കും. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം, ഏതെങ്കിലും നട്ടലുള്ളൊരു ഉദ്യോഗസ്ഥൻ രണ്ടും കൽപ്പിച്ച് രംഗത്ത് വന്നാൽ പണി കിട്ടും. അതുകൊണ്ടാവാം ഈ ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു ഇൻകം ടാക്സ് ഓഫീസർക്കെതിരെ റോയിയുടെ സഹോദരൻ ബഹളം വയ്ക്കുന്നത് കാണുമ്പോൾ നല്ല നട്ടലുള്ള ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നട്ടലില്ലാത്ത ഉദ്യോഗസ്ഥരാണ് കാശ് വാങ്ങിക്കൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യും. നട്ടലുള്ള ഉദ്യോഗസ്ഥന് ആരുടെയും മുഖം നോക്കില്ല, അവർ ചെയ്യാനുള്ള പണി ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇൻകം ടാക്സിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ടായിരുന്നു. ഏത് ഇടപാട് നടത്തിയാലും കൃത്യമായി ഇടപാട് നടത്തണം. അത് എല്ലാ വരുമാനത്തിനും നികുതി അടക്കണം, എല്ലാത്തിനും കണക്കുണ്ടാവണം, എല്ലാത്തിനും വൗച്ചർ ഉണ്ടാവണം, എല്ലാത്തിനും ബില്ലുണ്ടാവണം. അത് ഇൻകം ടാക്സിന് നിയമമാണ്. നിങ്ങളോട് 3 കൊല്ലം മുമ്പത്തെ ഒരു എക്സ്പെൻസ് ആയിരിക്കും ചോദിക്കുന്നത്. പലപ്പോഴും ഇൻകം ടാക്സിന് പ്രത്യേകത, ആയിരക്കണക്കിന് കോടി ഇടപാട് നടന്ന കമ്പനിയാണെങ്കിലും ഇവിടെ വന്നിട്ട് അവർ ചോദിക്കുന്ന 3 കൊല്ലം മുമ്പ് ബുക്കിലുള്ള ഒരു 1 ലക്ഷം രൂപയുടെ ഇടപാടായിരിക്കും, അല്ലെങ്കിൽ 50,000 രൂപയുടെ ഇടപാടായിരിക്കും. അതിന് കൃത്യ പേപ്പർ കൊടുക്കണം, അന്ന് രേഖപ്പെടുത്തിയത്, അന്നത്തെ ബില്ല്, ഇത് കൊടുക്കണം. ഇത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ ദുരൂഹതയുണ്ട്, കണക്ക് തെറ്റാണെന്ന് ബോധ്യമാവും. വാസ്തവത്തിൽ നമ്മുടെ മുതലാളിമാർക്ക് പറ്റുന്നൊരു പാളിച്ച
അവർ സ്വാധീനമുള്ളതുകൊണ്ട് വലിയ തോതിൽ വളർന്നു വരുമ്പോൾ അവർ പലപ്പോഴും ഈ അടിസ്ഥാന കാര്യങ്ങൾ മറന്നുപോകും. ഈ പേപ്പറുകൾ ശരിയാക്കണം. അത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ബാക്കി എല്ലായിടത്തും അവർ ചെയ്യും. ഇവിടെ ചെയ്യില്ല. ഇവിടെ ചെയ്തില്ലെങ്കിലും രക്ഷപ്പെടാം. ഈ താൽക്കാലികമായി രക്ഷപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നട്ടലുള്ളതുണ്ടെങ്കിൽ ഈ രക്ഷപ്പെടൽ അപ്രസക്തമാവും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഡോക്ടർ റോയിക്ക് പറ്റിയത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് പറ്റിയത്, ഇൻകം ടാക്സ് രേഖകൾ ശരിയായിരുന്നില്ല. അവർ ഇവിടെ വന്ന് വിശദമായി പരിശോധന നടത്തി. പ്രത്യേകിച്ച് റെയ്ഡിനെതിരെ ഇവർ കോടതിയിൽ പോയപ്പോൾ സ്വാഭാവികമായി ഉദ്യോഗസ്ഥർക്ക് വാശിയുണ്ടാവും. നമ്മുടെ ദുൽഖർ സൽമാൻ പറ്റിയത് അതാണ്. ദുൽഖർ സൽമാൻ്റെ വാഹനം പിടിച്ചെടുത്തപ്പോൾ ഹൈക്കോടതി പോയി, ഉദ്യോഗസ്ഥർക്ക് വാശിയുണ്ടായി. അവസാനം എന്ത് സംഭവിച്ചു? ദുൽഖറിന് വലിയ ക്ഷീണമായി മാറി. അവർ വിചാരിച്ചൊന്നും നടന്നില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ കോടതിയിൽ പോയതോടുകൂടി ഉദ്യോഗസ്ഥർക്ക് വാശിയാവും. ആ വാശിയിൽ അവർ പേപ്പറുകൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ കുഴപ്പമാവും. അങ്ങനെ റോയി അവിടെ വരുന്നു. റോയിക്ക് ഇവർ ചോദിച്ച എല്ലാ പേപ്പറുകളും കൊടുക്കാൻ കഴിയുന്നില്ല. ഒരുപാട് ഇടപാടുകൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു വലിയ പാർട്ടി നടത്തിയിരുന്നു. നവംബറിൽ വലിയൊരു പാർട്ടി, ദുബായിലെ ബിസിനസ് വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വലിയൊരു പാർട്ടി നടത്തിയിരുന്നു. ബോളിവുഡിലെയും മലയാളത്തിലെയും ഒക്കെ വലിയ സിനിമാ താരങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്തിരുന്നു. വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ ഇത്തരം പാർട്ടികളുടെ വിശദാംശങ്ങൾ മുഴുവൻ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, പണം കൈകാര്യം ചെയ്യുന്നത്, അത് അക്കൗണ്ട് ബുക്കിൽ ചേർക്കുന്ന ഇത്തരം കാര്യങ്ങളിലെല്ലാം ദുരൂഹതയും ആശങ്കയുമുണ്ട്. ഈ ആശങ്കകളെല്ലാം കണ്ടുപിടിച്ചിട്ട് ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായി മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഒരുപക്ഷെ ഡോക്ടർ റോയിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞു കാണില്ല. വലിയ പേരുള്ള ആളാണ്, ജനങ്ങൾ അറിയുന്ന ആളാണ്. അങ്ങനെ ഈ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഒരുപക്ഷെ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ ഇൻകം ടാക്സ് നിഷേധിക്കുന്നുണ്ടെങ്കിലും താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ താൻ ഇതുവരെ കെട്ടിപ്പടുത്ത തൻ്റെ അന്തസ്സ് നഷ്ടപ്പെടും, തൻ്റെ ബിസിനസ് സാമ്രാജ്യം പോകുമെന്നൊക്കെയുള്ള ഒരാശങ്ക അദ്ദേഹത്തെ ബാധിച്ച് കാണും. ഇതൊക്കെ മനുഷ്യൻ മരണം തിരഞ്ഞെടുക്കുന്നത് ഒരു നിമിഷത്തെ തോന്നൽ. ഒരുപക്ഷെ ആരെങ്കിലും അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, സാരമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വേണ്ടെന്ന് വെച്ചേനെ. പക്ഷെ അപ്പോഴത്തെ ഒരു വല്ലാത്ത സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിൽ ഇനി തനിക്ക് സംഭവിക്കാൻ പോകുന്ന നാണക്കേടിനെക്കുറിച്ചുള്ള ആശങ്ക, ഇതുവരെ കെട്ടിപ്പൊക്കിയ തൻ്റെ സൽപ്പേരിന് എന്തു സംഭവിക്കുമെന്ന് പേടി, ഇതെല്ലാം കൂടെ അദ്ദേഹത്തെ ബാധിച്ചപ്പോൾ ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമായി എടുത്തതാവാം ഈ തീരുമാനം എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനെ ഇൻകം ടാക്സിനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചെയ്യേണ്ട പണി ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇവിടെ ഡോക്ടർ റോയി ഒരു മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി മരണം തെരഞ്ഞെടുത്തു എന്ന് വേണം നമ്മൾ നിഗമനത്തിലെത്താൻ.